ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്കോ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഒരു കുളമുണ്ട്. അപ്പം അവിടുത്തെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലായിരിക്കും വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ ഒരു ഗിവ് അവേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വറ്റിക്കാൻ പോകുന്ന കുളം ഇതാണ്. ഒരു 1.5 മീറ്റർ വീതി നീളം ഉള്ള ഒരു ടാങ്കാണ്. അപ്പം ഈ ടാങ്കിൽ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. അപ്പം ഇതിനൊക്കെ പിടിച്ച് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഫിഷിനെ ഇതിലേക്ക് ഇളക്കി വരണം. അപ്പം ഇതിലുള്ള ഫിഷിനെയൊക്കെ നമുക്ക് കാണാം ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പം ഇവിടെ ഇപ്പം പൈപ്പ് ഇട്ടിട്ട് വെള്ളം കളയലാണ്. നമ്മൾ ഈ വെള്ളം കളയലല്ല, താഴെ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട് അതിവിടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യലാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വാട്ടർ ആട്ടോ. നല്ല രീതിയിൽ ചെടിക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ ഇപ്പം കുറച്ച് ഗപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ നിൽക്കുന്ന ഗപ്പീസിനൊക്കെ പിടിച്ചിട്ട് ലാസ്റ്റ് വെള്ളം വറ്റിയതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള കുറച്ച് കോഴിക്കാർപ്പും അതുപോലെ തന്നെ ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട്. അപ്പം അതിനെയും പിടിക്കണം. അപ്പോൾ നമ്മളിപ്പം മുകളിലുള്ള ഗപ്പീസിനൊക്കെ പിടിക്കലാണ്. അപ്പോൾ നമ്മളിതിലുള്ള ഗപ്പീസിനൊക്കെ പിടിച്ച് മാറ്റാൻ പോക്കാണ്. ഈ ആമ്പല് ചെടിച്ചട്ടിയിൽ ചെടിച്ചട്ടി അല്ല അല്ലേ, ഈ ആമ്പല് ചട്ടിയിൽ നട്ടുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. കോളി ഇത് കോഴിയല്ലേ? ഇത് ഫാൻറ്റയിലാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പം വെള്ളം വറ്റാനായിട്ടുണ്ട്. അത്യാവശ്യം ഫിഷിനൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അത്യാവശ്യം കോഴിക്കാർപ്പും അതുപോലെ തന്നെ ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട് ഇതിൽ. അതിനൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇതിലുള്ള ഗപ്പീസിനൊക്കെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം അതാണോ ഇത് ഗൗര, കിസ്സിങ് ഗൗര എന്ന് പറയും. ഇത് പിന്നെ എല്ലാം ഗോൾഡ് ഡിഷ് ആണ്. ഇതും ഗോൾഡ് ഡിഷ്. പിന്നെ ഇത് കാർപ്പുണ്ട്. അതന്നെ ഇത് ഗോൾഡ് ഡിഷ്. ഗോൾഡ് ഡിഷാ? എൻ്റെ മോൻ എന്താ സൈസ്? ഫുള്ള് വെള്ളം തെറിപ്പിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇത് ചെറുതായിരുന്നു, ഇപ്പം വലുതായി. കുറേ ഒരു 3 മാസത്തോളം പ്രായം ഉണ്ടാവും. ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ 3-4 ഇതുണ്ടോ. ഇതൊന്നും പിന്നെ അങ്ങനെ ഇതിപ്പം കൊണ്ടിട്ട് അത്രയൊന്നും ആയില്ല. ഇതൊക്കെ ഇത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിലെ വെള്ളം ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ വേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലെ ഫിഷിനൊക്കെ ഇനി പിടിച്ച് മാറ്റിയിടാം. മതിയോ? നെറ്റുന്നാ. ഓക്കെ, താങ്ക് യു. അത് നമുക്ക് ആദ്യം പിടിക്കാം. ഇത് ഗോൾഡ് ഡിഷ്. ഗോൾഡ് ഡിഷ് അല്ലേ? ഇത് ഗോൾഡ് ഡിഷ് ആണ്. പൊളി. ഇത് സൈസ് നോക്കുക, നല്ല സൈസ് ഉണ്ട്. കൈവിലെടുത്ത് കാണിക്കാൻ നല്ല കളറും ഉണ്ടല്ലേ? അത് ഞാൻ കുറച്ച് രസ്നപ്പൊടി കലക്കി കൊടുക്കാം. അതുകൊണ്ടാണ് കളർ ഇതിലെന്തൊക്കെയുള്ള എന്ത് സാധനം? എൻ്റെ പേര് ടെലിസ്കോപ്പ് ഗോൾഡോ ആണെന്തോ അല്ലേ? അത് തന്നെ, ബ്ലാക്ക് മൂർ പറയുന്നല്ലേ? അതിൽ വേറെ എന്തൊരു സാധനം കൂടി ഉണ്ടല്ലോ. ഗോൾഡ് ഡിഷ്. പിന്നെ ഗോൾഡ് ഡിഷ്. അതെന്ത്? ചെറിയ ഗോൾഡ് ഡിഷ്. പിന്നെ ഇത് ടൈഗർ ആണോ? അല്ല, ടൈഗർ അല്ലേ, ടൈഗർ പാലാണ്. കണ്ടോ? ഇതൊക്കെ വെറുതെ കൊണ്ടിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടി. ഫുൾ ഗപ്പീസാണ് ഇതിനകത്ത്. നിറച്ച് ഗപ്പീസിൻ്റെ കുട്ടികളാണ്. ഭയങ്കര കാണുന്നില്ല. അപ്പം ഇതിലെ ഇപ്പോൾ പിടിച്ചിട്ടുള്ള കുറച്ച് ഗോൾഡ് ഫിഷാണിത്. നല്ല സൈസ് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ബക്കറ്റിൽ ഇട്ടിട്ടുള്ളത്. നല്ല സൈസ് ഉണ്ട്. ഇത് ചെറുപ്പത്തിലേക്ക് കൊണ്ടിട്ടതല്ലടാ? ഇപ്പം നല്ല സൈസായിട്ടുണ്ട്. ചെറിയൊരു ടാങ്കിലിട്ടതാണ്. നമുക്കൊരു എന്താ പറയുക, വീട്ടിലൊക്കെ ഉള്ളൊരു സാധാരണ എന്താ പറയുക കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കുളമാണ്.
അതിലിങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ മീനൊക്കെ പിടിച്ച് കൊണ്ടിടും. അതിങ്ങനെ ഇതിൽ കിടന്ന് വലിയ സൈസായിട്ടുള്ളതാണിത്. കണ്ടോ, ഇത് കിസിങ് കൗര കണ്ടോ. ആ, ഇതൊക്കെ ചെറുതാണോ കിസിങ് കൗര? ചെറുത് നല്ല രീതിയിൽ വലുതാവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങനെ അറ്റാക്കിങ് സ്വഭാവം ഉണ്ടാവോ ഫിഷിന്? ഇല്ല, ഭയങ്കര സൈലൻ്റ് ആണ്. പിടിക്കും മാത്രമേ കുറച്ച് അറ്റാക്ക് ഉണ്ട്. അതെന്താടാ? ഇത് കാർപ്പാണ്, കോഴിക്കാർപ്പ്. കോഴിക്കാർപ്പ്. ഇത് ചെറിയ സൈസിൽ കൊണ്ടിട്ടാണ് ഇപ്പം നോക്കി നല്ല വലുതായി. ആ, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ മുകളിൽ ക്യാപ്പൊക്കെ ആയിട്ട് റെഡ് ക്യാപ്പ്. ആദ്യം വൈറ്റ് മാത്രമേ ഉണ്ട്, ഇപ്പം അതിൻ്റെ മുകളിൽ റെഡൊക്കെ വന്നു തുടങ്ങി. നല്ല ഭംഗിയുണ്ട്. ഇത് ചെറുപ്പത്തിൽ കൊണ്ടുവന്നു? ചെറുപ്പത്തിൽ കൊണ്ട് ഫുൾ വൈറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇതിന് മുകളിൽ റെഡൊക്കെ കണ്ടോ, ഇതിന് മുകളിൽ റെഡൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായി. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ. അത് സാധനം ഇത് SK ഗോൾഡ് എന്ന് പറയും, ശരിയല്ലേ? ആ കാർപ്പും ഗോൾഡ് ഫിഷും പോലെ ഉണ്ടല്ലോ. അതന്നെ, അതുകൊണ്ട് തന്നെ SK ഗോൾഡ് എന്ന് പറയാം. അങ്ങനെയും പറയും. വൈറ്റാ? വൈറ്റ് കാർപ്പ്. ഇത് നേരത്തെ പറഞ്ഞല്ലേ, ആ കാർപ്പിന് ഇവിടെ വാങ്ങിയത് തന്നെയാണ്. അതല്ലേ? അതിനേക്കാളും ചെറുതാണല്ലോ സൈസ്. ഇത് ചെറുത്, അന്നേരം ചെറുതായിരുന്നു, ഇപ്പൊ കുറച്ച് വലുതായി. ആ, മറ്റേതാണ് പിന്നെ വലുതല്ല. ആഹാ, നല്ല രസമുണ്ടല്ലേ കളർ കോമ്പിനേഷൻ. കോഴിക്കാർപ്പ്, കാർപ്പ്. യെസ്, കണ്ടോ. അത് സെയിം സ്റ്റേജിലൊക്കെ കൊണ്ടുവന്നേ. കണ്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിലെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം ഇത് പൈപ്പിലൂടെ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കോരി കളഞ്ഞതിന് ശേഷം ഇത് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. ഇതിലുള്ള കല്ലൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കുളത്തിലെ വെള്ളമൊക്കെ വറ്റിച്ച് ടാങ്കെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം നിറക്കലാണ്. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിഷിനെയൊക്കെ അതിലേക്ക് ഇളക്കി വിടും. അപ്പോൾ നമ്മൾ ഫിഷ് ഇളക്കിയിട്ടുണ്ട്. ഗോൾഡ് ഫിഷൊക്കെ ഇതിലേക്ക് കുറച്ച് കാർപ്പും പിന്നെ നമ്മൾ ഗൗരാമിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഫുള്ള് ഗപ്പീസും കുറച്ച് പ്ലാറ്റീസും ഉണ്ട്. ഇതിനൊക്കെ ഇതിലേക്ക് ഇനി ഇളക്കി വിടും. നമുക്കിനി വെള്ളം നിറയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടാങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഫിഷിനെയൊക്കെ ഇളക്കി വിടാൻ പോക്കാണ്. അപ്പോൾ നമുക്ക് ഓരോ ഫിഷിനായിട്ട് ഇതിലേക്ക് ഇളക്കി വിടാം. അപ്പോൾ ഫസ്റ്റ് ഇളക്കാൻ പോയത് ടൈഗറാണ്. ടൈഗറിനെ ഇളക്കി വിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് കോഴിക്കാർപ്പാണ്. നമ്മുടെ ഏറ്റവും വലിയ 2 ഗോൾഡ് ഫിഷ് നമ്മളെ ഇതിലേക്ക് ഇളക്കി വിടാൻ നോക്കാം. അതിൽ ചെറിയ വരുന്ന ഗോൾഡ് ഫിഷ് അല്ലേ, അതിന് നമ്മൾ ഇതിലേക്ക് ഇളക്കി വിട്ടിട്ടുണ്ട്. ബ്ലാക്ക് മൂറ് 2 ഉള്ളൂ അല്ലേ. നമ്മുടെ ഗൗരാമിയാണ്, കിസ്സിങ് ഗൗരയാണ്. അതിന് ഇതിലേക്ക് ഇളക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വേറൊരു കോഴിക്കാർപ്പാണിത്. ഗോൾഡനിൽ ബ്ലാക്ക് മാർക്ക് വരുന്നല്ലേ, അതും അതേപോലെ തന്നെ അല്ലേ ഗോൾഡിൽ. ഇത് വേറെ റെഡ് ക്യാപ്പ് കോഴിക്കാർപ്പാണ് ഇട്ടത്. SK ഗോൾഡ് അല്ലേ. എന്ത് സാധനം കണ്ണോക്കിയ നല്ല രസമുണ്ട് കാണാൻ. 1 2 3 സ്റ്റാർട്ട് ഇറക്കുക. അത് നല്ല പോയിട്ടുള്ളൂ. 2 സക്കർ, പിന്നെ അതേതാ അത് വൈറ്റ് അല്ലേ, മിൽക്കി വൈറ്റ്. ബാക്കി ഫുള്ളും ഗപ്പീസും പ്ലാറ്റീസും ആണല്ലേ. അത് നമുക്ക് ഒപ്പരം ഇളക്കി വിടാം. ഓക്കെ. ഇനി നമ്മുടെ ഗപ്പീസും മൂളീസല്ല പ്ലാറ്റീസാണല്ലേ. ബാക്കിയുള്ള ഇതിനെ ഇളക്കി വിടാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ടാങ്കിൽ നമ്മളെ ഫിഷിനൊക്കെ ഇളക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെയുള്ള ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലുള്ളതൊക്കെ ചെറിയ ചെറിയ ഗപ്പീസൊക്കെയാണ്. അതിനൊക്കെ പിടിച്ചിടണം. ബാക്കി വന്നിട്ട് നമുക്ക് ഗപ്പീസൊക്കെ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റിനം റെഡ് ഡംബോയറിൻ്റെ പുതിയ ലൈനേജിൽ വരുന്ന ഒരു ട്രയോ ഫിഷാണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെ ഗിവ് അവേയിൽ പങ്കെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഏറ്റവും അടിയിൽ പോയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിൻ്റെ കൂടെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡിയോ ഫേസ്ബുക്ക് ഐ ഡിയോ ഏതെങ്കിലും ഒന്ന് കൊടുക്കും നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫിഷിന് ആവശ്യമുള്ള ആൾ മാത്രം വീഡിയോയിൽ കാര്യം കമൻറ്റ് ചെയ്യുക, അതായത് ഗിവ് അവേയിൽ പങ്കെടുക്കുക. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗിവ് അവേയിൽ ഒന്നാമത്തെ വിന്നർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ സെയിം ഫിഷിന് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഫിഷിന് അയച്ചു കൊടുത്തിട്ട് 2-3 ആഴ്ചത്തോളമായിട്ട്, അതായത് നമ്മൾ കൊടുത്തത് നവംബർ 30-നാണ് നമ്മൾ ഫിഷിന് അയച്ചു കൊടുത്തത്. എന്നിട്ട് ഡിസംബർ 22-ന് നമ്മളെ കട്ടപ്പനയിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ SD കൊറിയറിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ഫിഷിനെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അത് വന്നിട്ട് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു അവിടുത്തെ ഫിഷൊക്കെ ചത്തു പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ എടുത്ത് ഫിഷിനെടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഫിഷ് ചത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അവിടുത്തെ ഓഫീസുകാർ ആ ഫിഷിനെ എടുത്ത് മാറ്റി നല്ല കുപ്പിയിലൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ വിന്നറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞു ഞാൻ പോയി എടുത്തോളാം, എന്തൊക്കെയോ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് എടുക്കാഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫിഷിനെ ആവശ്യമുള്ള ആൾ മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പം വെറുതെ ഗിവ് അവേയിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഫിഷിനെ എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഗിവ് അവേയിൽ പങ്കെടുക്കുക. അപ്പം ഫിഷിനൊക്കെ കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പം അവർക്ക് ഇങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.